പ്രിയമുള്ളവരെ, ഇന്ന് 2025 നവംബർ 3-ാം തീയതി പ്രഭാതം കോട്ടാർ എന്ന സ്ഥലത്തുള്ള കത്തീഡ്രൽ ദേവാലയത്തിലാണ് നിൽക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥതയിലാണ് ഈ ദേവാലയം. ഗോവയ്ക്ക് ശേഷം പിന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കൂടുതൽ സമയം ചെലവഴിച്ചത് കോട്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം അർപ്പിച്ച ആ ബലിവേദി ഇന്നും നമ്മുടെ മധ്യയുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് കാണാവുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ ഇതാണ് ദേവാലയവും പരിസര പ്രദേശങ്ങളും. ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് ദൈവസഹായം പിള്ളയുടെ അല്ലെങ്കിൽ വിശുദ്ധ ലാസറസ് ദൈവസഹായത്തിൻ്റെ ഭൗതിക അവശിഷ്ടം അടക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രാർത്ഥനാപൂർവ്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്ന്, ഗോവയിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഭൂരിഭാഗവും സുവിശേഷ പ്രഘോഷം നടത്തിയത്. അതിനുശേഷം വിശുദ്ധൻ്റെ ജീവിതഭാഗത്തിൻ്റെ മറ്റ് കാലഘട്ടം അത് കോട്ടാർ ഈ സ്ഥലത്തായിരുന്നു. ഈ ദേവാലയത്തിലെ ഇത് പുതിയ ദേവാലയമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ബലിയർപ്പിച്ചിട്ടുണ്ട് അനേക ദിവസങ്ങൾ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ബലിയർപ്പിച്ച ആ ബലിപീഠം നമുക്കിതിന് ശേഷം കാണാം. ഒപ്പം തന്നെ വിശുദ്ധ ലാസറസ് ദൈവസഹായത്തെ ആത്മാരുടെ വിശുദ്ധനായിട്ട് ഇന്ന് തിരുസഭ ഉയർത്തി. ആ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് കുടികൊള്ളുന്ന ഇവിടെയാണ്. ഭൗതികാവശിഷ്ടം ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. അതും നമുക്ക് കാണാവുന്നതാണ്. പ്രാർത്ഥനാപൂർവം നമുക്ക് ഇത് ദർശിക്കാം. സ്നേഹപൂർവ്വം, ബിജു അച്ഛൻ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ബലിയർപ്പിച്ച അൾത്താരയാണിത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ബലിയർപ്പിച്ചത് ഇവിടെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ബലിയർപ്പിച്ച അൾത്താരയിൽ വെച്ച മാതാവിൻ്റെ രൂപമാണ് ഇത്. തൃശ്ശൂർ അതിരൂപതയിലെ ദശാംശ കൂട്ടായ്മയാണ് 100ഓളം വരുന്ന പേരുടെ ഈ തീർത്ഥയാത്ര ഒരുക്കിയിരിക്കുന്നത്.